എറിഞ്ഞ് മാങ്ങ അടിക്കാനുള്ളവരുടെ എറിയല്ലേ? ഞാൻ നോക്കിയിട്ട് എറിയാം. ഞാൻ ഇവിടെ മാങ്ങയോട് കാണിച്ചു കൊടുക്കട്ടെ. ഏതാ മാങ്ങ എന്നൊക്കെയാണ് ജിഷ്ണു ചോദിക്കുന്നത്. ഇതാ മാങ്ങ കൂട്ടങ്ങളുണ്ട്. സിമ്പിളായിട്ട് എറിഞ്ഞ് അടിക്കാവുന്നുള്ളൂ. ഈ ചങ്ങായിക്ക് പണി അറിയാത്തതുകൊണ്ട് വലിയ മെച്ചമില്ലാതെ എറിയും. അപ്പം ചാടും, ഇപ്പം ചാടും. മാങ്ങി ചാടിയില്ല. ഒരു എന്താ കൊച്ചു ആരോടും പറയാതെ ഒരു ടൈലെടുത്ത് എറിയാൻ പോവാണ്. ഞാൻ എറിഞ്ഞേരടാ, സിമ്പിൾ. ഇങ്ങോട്ട് നോക്ക്. ഈ ടൈലും പൊട്ട് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിക്കുക. നോക്കിക്കോ, മാങ്ങേനെ ഇങ്ങനെ നോക്കുക. എൻ്റെ ഫോൺ എന്താവും എന്നുള്ള എനിക്കറിയില്ല. മോനെ കേട്ടെങ്കിൽ മാങ്ങ എറിഞ്ഞാട്ടോ. എന്താ രസം. എൻ്റെ തലയ്ക്ക് അറിയല്ലേ. ഇതിപ്പോൾ ഞാൻ എറിഞ്ഞിട്ട് മാങ്ങിട്ടോ. എന്താ സെറ്റപ്പ് അല്ലേ? കിടക്കിയില്ലേ? അത് ചാടും. ചാടിച്ചോ. അയ്യേ, അനക്ക് ചൂട്ടുമില്ല, ഒന്നുമില്ല. ചാടി. പൊട്ടിച്ചു. എൻ്റെ മാങ്ങേനെ കൊല്ലാനല്ല ഉദ്ദേശം. ചേട്ടാ തിന്നാനുള്ള മാങ്ങ ഇതിങ്ങനെ ഉപ്പിലിട്ട് ഇങ്ങനെ കടിച്ച് പറിച്ചിങ്ങനെ എന്ത് രസം. ഇച്ചോ ഇത് ഉപ്പിലിട്ട് കഴിക്കാം നമുക്ക്. ഇവനെന്തി പറയാതെ എറിയണേ? ഇവൻ എറിയാനും അറിയില്ല. കൊച്ചു ഇന്നെ എറിഞ്ഞിടല്ലേ. എറിയട്ടോ. എൻ്റെ അമ്മ പാടത്താരുമില്ല. എൻ്റെ തലയ്ക്ക് അറിയില്ലേ. ഇതാണിപ്പോൾ നമ്മൾ പിടിച്ച മാങ്ങ. അല്ലടാ, നമ്മളിപ്പോൾ ഇത് ഇതാക്കാൻ പോവാം. ഉപ്പിലിട്ട് ഈ മണ്ണടക്കം. അതെ. കിച്ചു നോക്കടാ. 1 2 3 4 5 6 7 8. നീ കൊച്ചു അരിഞ്ഞോ? കത്തിയെടുത്തോ, അരിഞ്ഞോ. എന്താണ് മോനെ പൊളി. ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. എന്ത് കവറിലിടാ? പ്ലാസ്റ്റിക് കവറിലോ? തുണിയിലിട്ടടിക്കാം. രസം ഉണ്ടാവുമോ? അതാ ഞാൻ ചോദിക്കുന്നത്. ആഘോഷം ഉണ്ടാവില്ലേ? ഇതിൽ തുടങ്ങി. പാവങ്ങൾ അധ്വാനിക്കാനൊന്നും അറിയില്ല, എന്നാലും വെറുതെ അധ്വാനിക്കുകയാണ്. തിന്നുന്ന ഞങ്ങളല്ലേ, ഞാനാണ്. എനിക്ക് തിന്നാം, എനിക്കൊരു കുഴപ്പമില്ല. അയ്യോ, അങ്ങനെ സുത്തമാന മുളക് പൊടി ഇടുകയാണ്. അത് കൊച്ചു വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കവാറും വയറ്റി നോക്കായിരിക്കും. അതന്നെ. ആകെ കളയണ്. ഇവനൊക്കെ എന്താ വേണ്ട? കടട പുറത്ത് പഠിച്ചോണ്ടാട്ടോ. കേരളത്തിൽ പഠിച്ച ആൾക്കാരാണെങ്കിൽ മാങ്ങ. അയ്യോ, ഞങ്ങളൊക്കെ പുറത്തല്ലേ പഠിച്ചത്. ഇത് വേറെ നല്ല. ഇവനൊന്നും ഒരു പണിയെടുത്ത് ചെയ്യലല്ലോ കേട്ടോ. ഗെയ്സ് നഗരേ, അത് ദൈവത്തിനാ. ദൈവത്തിനുള്ള എല്ലാവരും ഇതെന്തായാലും വേണ്ടി വരും. ആയിക്കോട്ടെ. ഇതെന്തായാലും വേണ്ടി വരും. അത്രയും വേണ്ട. അത്രക്ക് വേണോ ജിഷ്ണു? അങ്ങോട്ട് നോക്ക്. അതാ ഇത്രയിലും വേണ്ടേ? അല്ല, മുളക് പൊടി എന്നായിക്കോട്ടെ. മതി. ഈ എത്ര രൂപയാണ് പിടിക്കും? ആട്ടോ കുഴപ്പമില്ല. 2 ടീസ്പൂൺ ഉപ്പ്. 2 ടീസ്പൂൺ ഉപ്പ് കൂട്ടൂല. മുളക് പൊടി മാത്രമാവും അതില്. പാത്രം ഒന്നുകൂടി വലുതാവണം. പാത്രം ഒന്നുകൂടി വലുതാവണോ? കളയല്ലേ. ആ പാത്രം അടിയിൽ വെക്കി. അതൊക്കെ പോട്ടെ, പുറത്തേക്കോട്ടെ. കൈയിട്ടിളക്ക്. അന്നടുത്തേക്കാണ് വീഡിയോയില്. നിങ്ങൾ ആ പ്രായം കഴിഞ്ഞിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ആ പ്രായം കഴിഞ്ഞിട്ടുണ്ടോ? ഈ പ്രായമൊക്കെ കഴിയണം നിങ്ങള് കേട്ടോ. സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഇവരൊന്നും പഠിച്ചിട്ടൊന്നുമില്ല.
ഞങ്ങൾ പറഞ്ഞില്ലേ കിച്ചു ഞങ്ങളൊക്കെ പുറത്താ പഠിച്ചത് അമേരിക്കയിൽ. അതെ ഗൈസ്. എവിടത്തേല്? ശ്രീ ആ സത്യം, അലാറം വരെ അടിച്ച്. ആ എന്നെ അലാറം അടിക്കണ എന്തുകൊണ്ടാ? മുളക് പൊടി കമ്മിയാടാ. ഇട്ട് കൊടുത്തല്ലോ ഓൻ തിന്നിട്ടുണ്ട്. മൂന്നുങ്ങട്ടെ ഓനോട്. കുറച്ചുകൂടി വിളിച്ചെന്നാ പറഞ്ഞത്. അമ്മേ കാട്ടക്കട ആ വെളിച്ചെണ്ണ പറഞ്ഞേ. അതല്ലേ മുളക് പൊടീൻ്റെ ഉള്ളിൽ ഒരു കിച്ചോ നമുക്കിത് കഴിക്കണം. നാളെ സ്കൂളിൽ പോകാൻ പറ്റൂല. പറ്റുമോ? ആ അതാ പറഞ്ഞ കാക്കു ഇത് പോകേണ്ടി വരും. എടാ ഇതൊക്കെ വെറും മുളകും പൊടി, അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്ക്. പാത്രം ഒന്നും കൂടി വലുതാക്കണേന്ന്. ഒരു വലിയ പാത്രം എടുക്കണോ? അത് നല്ല പരിപാടി. വലിയ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്. അടിയിൽ ഫുള്ള് മുളക് കൊച്ചിന് കയ്യിലെടുത്തിട്ട് ഇട്ടേക്ക്. എനിക്ക് ആ മുളക് കാണുമ്പോൾ തന്നെ പേടിയുണ്ട്. കുറച്ച് അടുപ്പത്തിൽ വേവിച്ചത്. കുറച്ച് സുർക്ക വെള്ളം സുർക്ക ഒഴിച്ചു. കുറച്ച് വിളിച്ചു. സുർക്ക എത്ര പറഞ്ഞാൽ മതി? മതി മതി. അത് പുളി ഉണ്ടടാ. വെളിച്ചെണ്ണ ഇവിടെ മെയിനാണ്. വേണ്ട ഇല്ല ഇല്ല വേണ്ട. കുറച്ച് സുർക്ക കുറച്ചുകൂടി മാറി തരിപ്പിട്ടു. അതിപ്പോ തന്നെ അത് അരിപ്പ് ഉണ്ടാവും മച്ചാനെ. ഇല്ല കുറച്ചുകൂടി മാറി ഒരു പൊടിക്ക്. ഇനി കൊച്ചു ജിഷ്ണു കൈ കൊണ്ട് ഇളക്ക്. ശരിക്കും കൈ കൊണ്ട് ഇളക്കുക. അപ്പോൾ പിന്നെ ആ ഒരു ഒരു മസാല പിടിക്കുള്ളൂ. മസാല ക്വാളിറ്റി കുറഞ്ഞു ക്യാമറേൻ്റെ. ഞങ്ങൾ വലിയ ഐഫോണല്ലേ. ഓ പാവങ്ങൾ, നമ്മൾ സാധാരണ ലോക്കൽ ഫോൺ. എടാ കുറച്ച് കൂടി തുള്ളി കൂടി മാറണം. സുർക്ക എടാ സുർക്ക പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇത് പോടാ. ഇല്ല ഇതിപ്പോ വെറും വെളിച്ചെണ്ണമയാണ്. വെളിച്ചെണ്ണ ചോദിക്കും. ഇത് വെളിച്ചെണ്ണ, ഇത് സുർക്കയാണ്. കിച്ചു ഇത് വെളിച്ചെണ്ണ ചോദിക്കണ്ടോ? പിന്നെ ഈ സാധനല്ലേ ഉപ്പിന്റെ ചെറിയ കമ്മിണ്ട്. ഉപ്പിട് കുറച്ച്. എൻ്റെ അമ്മോ, മുളകും പൊടി വീട്ടിലെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ മുളക് ഏതോ ഉപ്പ് ഏതോ വയ്ക്കുന്ന ടീമാ. പക്ഷെ ഇതിന് ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഇനി വേറെ പരിപാടി, നമ്മൾ വായൻ്റെ ഇങ്ങനെ എടുക്കാം, എന്നിട്ട് കട്ട് ചെയ്യാം. അതിലിട്ട് ലൈറ്റ് ഇവിടെ ഉണ്ട്. ഈർക്കിലെടുത്താൽ മതി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈർക്കിലെടുക്കുക കുത്തിയാ പിന്നെ ഇവനെ ഞാൻ മിക്കവാറും എടുത്ത് എറിയും കേട്ടോ. വരൂ ഞാൻ പറഞ്ഞേ കെമിസ്റ്ററാണോ അത്? കൈയിട്ട് ഇളക്കല്ലേ ചോദിച്ചു. എടാ ഈർക്കിലെടുത്തോണെങ്കിൽ ആര് മുളകൊന്നും അറിഞ്ഞിട്ടാലോ ഇത് വേണ്ട ഒരു കമ്മില്ലേ. എന്താ സുർക്ക വെച്ചിട്ടാണ് ഇങ്ങനെ ഇതായത്. കുറച്ചുകൂടി മുളക് ഇടണോ? വേണ്ട, പേരിങ്ങനെ വരും, പിന്നെ പേരുണ്ടാവില്ല. കുറച്ച് അച്ഛാ പോരി അമ്മേ ഇതായി റെഡി ഗേസ്. ഇതാണിപ്പോൾ മാങ്ങ. എന്താ അതിൻ്റെ പേര്? മാങ്ങാമുളകിട്ടത്. മാങ്ങ മുളക് ഉപ്പിലിട്ടത്. ഹണി റോസ്. കുറച്ച് തേനും കൂടി വെച്ചാൽ കലക്കിയാലോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം. യാ ഹൂ.